വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുഞ്ഞും ഒരു പ്രത്യേകമായ സന്ദേശത്തോടു കൂടിയാണ് കടന്നു വരുന്നത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നാപയോഹന്നാൻ്റെ സന്ദേശം എന്താണ്? ദൗത്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് അദ്ദേഹം അയക്കപ്പെട്ടത്? മാനുഷിക ശക്തിയേക്കാൾ അതീതമായ ഒരു ശക്തിയുടെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ജനങ്ങൾക്കിടയിലുമൊക്കെ നടക്കുന്നതായി നാം കാണുകയാണ്. പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായിട്ടാണ് സ്നാപയോഹന്നാനെ നാം കാണുന്നത്. സ്നാപയോഹന്നാന് ശേഷം യേശുക്രിസ്തുവാണ് കടന്നു വരുന്നത്. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായി മാറുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി. പഴയ നിയമം ഒരുക്കത്തിൻ്റെതായിരുന്നുവെങ്കിൽ പുതിയ നിയമം യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ രക്ഷാകര സംഭവങ്ങളുടെ ഒരരങ്ങേറ്റമായിട്ട് അത് മാറുന്നു എന്ന് വരികിൽ പഴയതിനെയും പുതിയതിനെയും കൂട്ടിയിണക്കുവാൻ കഴിയുന്ന ഒരു കണ്ണിയായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് സ്നാപയോഹന്നാൻ്റേത്. പുതിയ നിയമ ജീവിതത്തിലെ ശൈലിക്ക് നമ്മെ നയിക്കുന്ന ചൂണ്ടുപലകയും പ്രവാചക ശബ്ദവുമായിട്ടാണ് സ്നാപയോഹന്നാനെ നാം കാണുന്നത്. വഴിയിൽ ചൂണ്ടുപലക ഓരോ സ്ഥലത്തെയും നമുക്ക് സൂചിപ്പിക്കുന്നു. ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി. ആ ചൂണ്ടുപലക വഴിയല്ല, അത് വഴിയെ നമുക്ക് കാണിച്ചു തരുന്ന ഒരടയാളമാണ്. ഇതുപോലെ സ്നാപയോഹന്നാൻ ഒരു ചൂണ്ടുപലകയായി നിൽക്കുകയാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ നിൽക്കുന്ന ഒരു ചൂണ്ടുപലക. നീ തന്നെയാണോ അയക്കപ്പെട്ടവൻ, അതോ ഞങ്ങൾ മറ്റൊരാളെ അന്വേഷിക്കണമോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ അർഹനല്ല എന്ന് തന്നെ വിനീതനായി വെളിപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന
ഒരു വലിയ വ്യക്തിത്വത്തെയാണ് സ്നാപയോഹന്നാനിൽ നാം കാണുന്നത്. എല്ലാവരും അവൻ്റെ പിന്നാലെ പോകുന്നു എന്ന് കണ്ടപ്പോഴും തൻ്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരും അവനെ അനുഗമിക്കുന്നുവെന്ന് കണ്ടപ്പോഴും അതിൽ അസൂയാലുവാകുന്ന ഒരു സ്നാപയോഹന്നാനെ അല്ല, അവൻ വളരണം ഞാൻ കുറയണം എന്ന മനോഭാവം കാണിക്കുന്ന ഒരു സ്നാപയോഹന്നാനെയാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിനിലേക്ക് മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ചൂണ്ടുപലകയായി നിൽക്കുക, അതിനുവേണ്ടി ആളുകളെ ഒരുക്കുക. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്തായിരുന്നു? മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവീൻ എന്നുള്ള സന്ദേശം. അനുതാപത്തിലൂടെ ഒരു ജനത്തെ ഒരുക്കിക്കൊണ്ട് രക്ഷകനെ സ്വീകരിക്കുവാൻ അവരെ തയ്യാറാക്കുന്ന ഒരു വലിയ ദൗത്യമാണ് അദ്ദേഹം നിറവേറ്റുവാനായി കടന്നു വന്നത്. അദ്ദേഹം ഒരു പ്രവാചക ശബ്ദമായിട്ട് മാറുകയാണ്. ആരാണ് ഒരു പ്രവാചകൻ? എ പ്രോഫറ്റ് ഈസ് വൺ ഹു ഈസ് ഇൻ്റർപ്രറ്റിംഗ് ദ സൈൻസ് ഓഫ് ദ ടൈം. കാലഘട്ടത്തിൻ്റെ സൂചനകളിലൂടെ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന് ദൈവവചനത്തിന് അധിഷ്ഠിതമായി ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് ഒരു പ്രവാചകൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അണലികളുടെ സന്താനമേ, വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടിയകലുവീൻ, വൃക്ഷങ്ങൾക്ക് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം കൊടുക്കുമ്പോൾ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം, ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ നൂലാമാലകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സംതൃപ്തി അടയുന്ന ചൂഷണ മനോഭാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അംഗീകരിക്കാനാവുന്ന ഒന്നായിരുന്നില്ല. അതുതന്നെയാണ് ഹെറോദേസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ഒരു പ്രവാചക ശബ്ദമായി ഹെറോദേസിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിൻ്റെ ഭാര്യയെ വിട്ടിട്ട് മറ്റൊരുത്തിയെ വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുവാനുള്ള ചങ്കുറ്റം സ്നാപയോഹന്നാൻ കാണിച്ചപ്പോൾ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും തൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആഹ്ലാദ തിമിർപ്പിൽ നിന്നുകൊണ്ട് നൃത്തമാടിയ സലോമിയുടെ ആഗ്രഹം നിറവേറ്റുവാൻ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക, രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും തരാമെന്ന് പറയുന്ന ഒരു ഹെറോദേസ്. അവൾ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുന്നു. അമ്മ സ്നാപയോഹന്നാൻ്റെ ശിരസ്സാണ് ആവശ്യപ്പെടുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകൻ ഒരു ശല്യമാണ്, അവളുടെ സ്വൈര ജീവിതത്തിനൊരു ശല്യമാണ്. ഹെറോദേസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെ വിട്ടിട്ട് മറ്റൊരുത്തിയെ കൊണ്ടു നടക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ തനിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു, അത് വെച്ചു പുലർത്താനാവുന്നില്ല. അതുകൊണ്ട് ഈ മനുഷ്യനെ വരുതിക്ക് നിർത്തുക, അവനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടും അദ്ദേഹം അണുവിട വ്യതിചലിക്കാതെ ഒരു വലിയ വ്യക്തിത്വമായി തന്നെ നിലകൊള്ളുകയാണ്. സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിരസ് വെട്ടിമാറ്റി സലോമിക്ക് കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്? അദ്ദേഹം ആബിയ കുടുംബത്തിൽപ്പെട്ടവനാണ്. ആബിയ കുടുംബം പൗരോഹിത്യ കുടുംബമാണ്. ആബിയ കുടുംബത്തിൽപ്പെട്ട സക്കറിയായുടെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിട്ടും നിറവുള്ളവൻ്റെ സന്നിധിയിൽ തൻ്റെ കടമകൾ നിറവേറ്റുന്നതാണ് ഏറ്റവും വലിയ ആരാധന എന്ന മനോഭാവത്തിൽ സക്കറിയ പുരോഹിതൻ ധൂപാർച്ചന നടത്തിക്കൊണ്ട് തൻ്റെ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുന്ന സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം സക്കറിയായോട് പറയുന്നത്, സക്കറിയ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നിൻ്റെ ഭാര്യ എലിസബത്ത് അഹ്റോൻ്റെ പുത്രിയാണ്. അഹ്റോനും പൗരോഹിത്യ പാരമ്പര്യം പിന്തുടർന്നൊരു കുടുംബമാണ്. അഹ്റോൻ്റെ പുത്രിയായ എലിസബത്ത് നിനക്ക് ഒരു മകനെ നൽകും. എലിസബത്ത് വന്ധ്യയെന്ന്
വൃദ്ധയായ ആ സ്ത്രീയെ വിളിക്കപ്പെട്ടിരുന്നു. അവളിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, സക്കറിയായോട് നിനക്കൊരു മകൻ ജനിക്കുവാൻ പോകുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ള സംശയം പ്രകടിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നയിക്കപ്പെട്ട ദൂതനാണ് ഞാൻ. ദൈവേഷ്ടം സ്വീകരിക്കുവാൻ നീ സംശയം പ്രകടിപ്പിച്ചതിനാൽ ഇത് സംഭവിക്കുന്നത് വരെ നീ ഊമനായിരിക്കുമെന്നുള്ള ഒരടയാളം കൊടുക്കുകയാണ്. ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സക്കറിയായ്ക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എന്തോ അവിടെ സംഭവിച്ചു എന്നുള്ളത് ജനത്തിന് മനസ്സിലായി. വലിയ പ്രകാശം കാണുന്നു. അവിടെ നിന്നും ഇറങ്ങി വരുന്ന സക്കറിയ ഒന്നും സംസാരിക്കാത്തവനായി ഭവനത്തിൽ ജീവിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്നു. എലിസബത്ത് ഗർഭിണിയായി. നാട്ടുകാർക്കെല്ലാം സന്തോഷമായി. അവളൊരു മകനെ പ്രസവിക്കുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് 8-ാം നാളിൽ പരിച്ഛേദന കർമ്മം നിർവഹിച്ച് അവനെ ഒരു യഹൂദനാക്കി മാറ്റണം. ആ കർമ്മം നിർവഹിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞിന് പേരിടണം. അവൻ്റെ അപ്പൻ്റെ പേര് സക്കറിയ എന്ന് വിളിക്കാമെന്ന് അവരുടെ പാരമ്പര്യം അങ്ങനെയാണ്. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, അവൻ്റെ പേര് അങ്ങനെയല്ല, യോഹന്നാൻ എന്നാണ്. അവർ പറഞ്ഞു, നിൻ്റെ ചാർച്ചക്കാർ ബന്ധുക്കളിൽ ആർക്കും അങ്ങനെ ഒരു പേരില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവനെ യോഹന്നാൻ എന്ന് വിളിക്കുന്നത്? ശരി, അവൻ്റെ അപ്പൻ്റെ ആഗ്രഹം എന്താണെന്ന് ആംഗ്യം കാണിച്ച് ചോദിച്ചു. അപ്പനൊരു എഴുത്തുപല കൊണ്ടുവരാൻ പറഞ്ഞു. അതിലെഴുതി, ഇവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ദൈവത്തിൻ്റെ ദാനമാണവൻ, ദൈവത്തിൻ്റെ കാരുണ്യമാണവൻ. അങ്ങനെ അദ്ദേഹം ആ പേര് നൽകിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് അതിനെ കെട്ട് അഴിഞ്ഞു മാറുകയാണ്. അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തനാക്കപ്പെടുന്ന സക്കറിയ പുരോഹിതൻ ദൈവം നൽകിയ ദാനമായ യോഹന്നാനെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം നൽകിയ ആ നാമധേയം അവന് നൽകിയപ്പോൾ സക്കറിയായുടെ ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. സക്കറിയ നാവ് സ്വതന്ത്രമാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സക്കറിയായെ നാം അവിടെ കാണുകയാണ്. സ്നാപയോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനാൽ ബലപ്പെട്ടു വരുവാൻ ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലാണ് താമസിച്ചത്. ഏലിയായെപ്പോലെ ഒട്ടകരോമവും വസ്ത്രവും അരയിൽ തോൾവാറും ഒക്കെ ധരിച്ചുകൊണ്ട് കാട്ടുതേനും വെട്ടുക്കിളിയും ഒക്കെ ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ കഴിയുന്ന ഒരു വ്യക്തി. കുമ്രാൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഒരുക്കുന്ന ഒരു പ്രക്രിയ കൂടി ആ സമൂഹത്തിലുണ്ടായിരുന്നു. ഈ സ്നാപയോഹന്നാനും ആ കുമ്രാൻ സമൂഹത്തോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഒരുങ്ങി വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ മുൻപോട്ട് വരുന്നു. പാപമോചനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സന്ദേശം ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്നു. ഈ സമൂഹത്തെ അനുതാപത്തിലേക്ക് നയിച്ചുകൊണ്ട് ഈശോയ്ക്ക് വഴിയൊരുക്കുന്ന യോഹന്നാൻ, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായിട്ട് മാറുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് ജനത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ജനത്തിൻ്റെ മേലും ഭവനത്തിൻ്റെ കെട്ടിടപ്പടികളിൽ മേലും ദേവാലയത്തിൻ്റെ മേലും ബലിപീഠത്തിൻ്റെ മേലുമൊക്കെ തളിച്ചുകൊണ്ട് ശുദ്ധീകരണ കർമ്മം നിർവഹിച്ചു. എങ്കിൽ ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ മൃഗബലികൾക്കപ്പുറമായിട്ട് സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുവാനുള്ള ഒരു ബലിമൃഗമായിട്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. കൊല്ലുവാനുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ അവനെ കൊണ്ടുപോയി
രോമം കത്തിരിക്കുന്നവന് മുമ്പ് നിൽക്കുന്ന കുഞ്ഞാട് പോലെ അവൻ മൗനം പാലിച്ചു. താഴ്മ നിമിത്തം അവൻ വായി തുറന്നില്ല എന്ന് ഈ ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയെക്കുറിച്ചാണല്ലോ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് യേശുതമ്പുരാൻ തന്നെ എടുത്തു പറഞ്ഞു എങ്കിൽ ഭയം കൂടാതെ സത്യം പ്രഘോഷിക്കുവാനും നാഥന് സാക്ഷ്യം വഹിക്കുവാനുമായി ധീരതയോടെ മുൻപോട്ട് വരുന്ന ഒരു സ്നാപയോഹന്നാനെയാണ് നാം അവിടെ കാണുന്നത്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം തമ്പുരാന് വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട നാം ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെട്ടവരായി ശക്തീകരിക്കപ്പെട്ടവരായി മാറുന്നു വരികിൽ മാത്രമേ ഭയം കൂടാതെ സത്യം പ്രഘോഷിക്കുവാനും നാഥന് സാക്ഷ്യം നൽകുവാനും സാധിക്കുകയുള്ളൂ. അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം നോക്കുമ്പോൾ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഇപ്രകാരം പറഞ്ഞു: വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ ദ മൈൻഡ് ഈസ് ഫ്രീ ഫ്രം ഫിയർ, ഇൻ ടു ദറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. ഈശ്വര എവിടെ ശിരസ്സുയർത്തി അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയുന്നുവോ, ഈശ്വര എവിടെ മനുഷ്യൻ്റെ മനസ്സിൽ ഭയമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുവാൻ കഴിയുന്നുവോ, ആ മഹത്തായ രാജ്യത്തേക്ക് എന്നെയും എൻ്റെ ജനത്തെയും ഉണർത്തണമേ എന്ന്. ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ തിന്മകളുമായി ഇണങ്ങിപ്പോകാതെ അതിനെതിരെ പ്രവാചക ധീരതയോടെ പ്രവർത്തിക്കുവാൻ സ്നാപയോഹന്നാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അഴിമതിയും അക്രമവും തീവ്രവാദവും ധൂർത്തും സ്വജനപക്ഷപാതവും അധാർമികതയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രതികരണശേഷിയുള്ള തലമുറയായി നാം രൂപാന്തരപ്പെടണം എന്നാണ് സ്നാപയോഹന്നാനെ പോലെയുള്ള പ്രവാചക ശബ്ദം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിന് അവൻ വളരണം, ഞാൻ കുറയണം. എന്നിലുള്ള അഹങ്കാര അതീശ മനോഭാവം കുറയണം. അധികാരത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി, പ്രതാപത്തിനു വേണ്ടി, സുഖത്തിനു വേണ്ടിയുള്ള എൻ്റെ പരിശ്രമങ്ങൾ ഒരിക്കലും എന്നെ ശാശ്വതമായ സന്തോഷത്തിലേക്ക് നയിക്കുകയില്ല. അതിന് പകരം നിസ്വാർത്ഥമായി വിനീതനായി തമ്പുരാൻ നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം അവിടുത്തെ പ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയുമ്പോൾ നമുക്കൊക്കെ ഏറെ സന്തോഷം ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് സ്നാപയോഹന്നാൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ ജനനം ദൈവത്തിൻ്റെ വലിയ കരുണയുടെ പ്രവൃത്തി അത്രേ. നോട്ട് ബിക്കോസ് ഓഫ് ദ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. അവൻ്റെ കരുണയാണ് യോഹന്നാൻ്റെ ജനനത്തിൽ നാം കാണുന്നത്. യോഹന്നാൻ ദൈവം കരുണ ചെയ്തു, ദൈവം കാരുണ്യവാൻ എന്നത്രേ ഈ രീതിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവകരുണയുടെ പ്രവൃത്തി അയൽക്കാരെയും ബന്ധുക്കളെയും ഒക്കെ ആനന്ദിപ്പിക്കുകയാണ്. നമ്മുടെ നല്ല പ്രവൃത്തികൾ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാനിടയാകും, യാതൊരു സംശയവുമില്ല. അവർ യോഹന്നാൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് ആനന്ദിക്കുന്നു. അന്യരിൽ നന്മ കാണുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ എന്നെ അകക്കാമ്പിൽ വെളിച്ചം തരണമേ എന്ന് കാർഡിനൽ ന്യൂമൻ പ്രാർത്ഥിക്കുകയുണ്ടായി. എപ്പോഴും മറ്റുള്ളവരിലുള്ള നന്മ കാണുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് ഇടയാകണം. അനേകർ ആഹ്ലാദിക്കുമെന്ന് ദൂതൻ പ്രവചിച്ചത് നിവർത്തിയായി യേശു ക്രിസ്തുവിൻ്റെ മുന്നോടിയായി കടന്നു വന്ന സ്നാപക യോഹന്നാനിലൂടെ. ദൈവത്തിൻ്റെ രക്ഷാകരവർത്തി പൂർത്തിയാക്കപ്പെടുന്നതിനും അതിൽ തൻ്റെ പുത്രൻ നിർവഹിക്കുവാനിരിക്കുന്ന പങ്ക് ഓർത്തുകൊണ്ടും സക്കറിയായും ഏറെ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജനനത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്. 8-ാം നാളിൽ അവനെ പരിശോധന കർമ്മത്തിലൂടെ ഒരു യഹൂദനാക്കി മാറ്റുവാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ യോഹന്നാൻ്റെ പരിശോധനത്തിനും നാമകരണത്തിനും സമാന്തരമായി യേശുവിൻ്റെയും ആ ഒരു യഹൂദനാക്കി മാറ്റുന്ന പ്രക്രിയ, പരിച്ഛേദനം, ഇവയൊക്കെ നിർവഹിക്കുന്നതായി നാം ലൂക്കായുടെ സുവിശേഷത്തിലൂടെ
കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്നു. യേശുവും യോഹന്നാനും അപ്രകാരം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ആ ജനതയെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള വഴികൾ അന്വേഷിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയുമാണ്. ഇസ്രായേലിൻ്റെ യഥാർത്ഥ തുടർച്ചയും യഥാർത്ഥ ഇസ്രായേലായ യേശുക്രിസ്തുവിനാൽ പുനഃപ്രതിഷ്ഠയുമാണ് യഥാർത്ഥ ഇസ്രായേലെന്ന് സഭ ആവിഷ്കരിക്കുവാൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ ലൂക്കോസ് ഓർമ്മിപ്പിക്കുകയാണ്. യഹൂദരുടെ നാമകരണ പദ്ധതിയിൽ വ്യത്യസ്തമായി സക്കറിയ എലിസബത്ത് ദമ്പതികൾ കൊടുക്കുന്ന സാക്ഷ്യം, എലിസബത്തിനോട് അവൻ്റെ അപ്പൻ്റെ പേരിടാൻ നോക്കിയപ്പോൾ എലിസബത്ത് അങ്ങനെയല്ല, അവൻ്റെ പേര് യോഹന്നാൻ എന്ന് പറയണമെന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിശയമാണ്. അവരുടനെ യോഹന്നാനോട് ചോദിക്കുന്നു, സക്കറിയയോട് ചോദിക്കുന്നു. സക്കറിയ എഴുതി കൊടുക്കുകയാണ് ഇവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അപ്പോൾ എലിസബത്തും സക്കറിയായും ഒരുപോലെ തന്നെ അവൻ ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പേരിടലിന് കൂടിയവരുടെ പ്രേരണയ്ക്ക് വിധേയരാകാതെ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുകയാണ്. ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ നമ്മെ സമീപിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടും. എന്നാൽ എന്താണ് കയ്യടി വാങ്ങുന്നതിന് വേണ്ടിയോ അംഗീകാരത്തിന് വേണ്ടിയോ അല്ല, എന്നാൽ എന്താണ് ദൈവം അതിലൂടെ എന്നിലൂടെ ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ അനുസരിച്ചതിനാൽ സക്കറിയായുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു മാറുന്നു. അയർക്കാർക്കെല്ലാം ഭയമുണ്ടാകുന്നു. കാരണം എന്താണ്? പ്രായം കഴിഞ്ഞവർക്ക്, മാനുഷികമായ രീതിയിൽ അസാധ്യരായ ആളുകൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു. കുഞ്ഞിന് അപരിചിതവും അസാധാരണവുമായ ഒരു പേര് നൽകുന്നു. സക്കറിയായുടെ നാവ് സ്വതന്ത്രമാകുന്നു. അവൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ തുടങ്ങുന്നു. ഇവയൊക്കെ അയൽക്കാർക്ക് ഭയത്തിന് കാരണമായി എങ്കിലും കേട്ടവരെല്ലാം ഈ പൈതൽ ആരായിത്തീരും എന്നുള്ള ഒരു വലിയ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു എന്നുകൂടി നാം വായിക്കണം. ദൈവികമായ രക്ഷാപദ്ധതി യേശുവിലൂടെ നിറവേറ്റുവാൻ യോഹന്നാൻ സ്നാപകൻ വഴികാട്ടിയും അവതാരകനുമായി മാറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഗുരുവിൻ്റെ ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുവേ, ചുമരില്ലാതെ ചിത്രം വരയ്ക്കാനാവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഗുരു കൊടുത്ത മറുപടി ചുമരില്ലാതെ ചിത്രം വരയ്ക്കുവാൻ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അതാണ് സ്നാപയോഹന്നാൻ കാണിച്ചു കൊടുക്കുന്നത്. യേശുവിൻ്റെ ചിത്രം തൻ്റെ ചുമരിലൂടെയല്ല, അതിനെല്ലാം അപ്പുറമായിട്ട് എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ അഗ്നിയാലും ആത്മാവിനാലും ഒക്കെ സ്നാനപ്പെടുത്തും എന്നൊക്കെയുള്ള സൂചന. സഭയുടെ ഉദ്ഘാടനവും പ്രവർത്തനങ്ങളുമൊക്കെ സൂചിപ്പിക്കുവാൻ പര്യാപ്തമായ ഒന്ന്. നമുക്ക് അതിനുള്ള കരുണയും ഔദാര്യവുമാണ് ആവശ്യം. തമ്പുരാൻ കരുണ കാണിച്ചുവെങ്കിൽ നമ്മോടും കരുണ കാണിക്കുന്നു. ആ കരുണ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ദാനമായി നാം മാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അംഗീകരിക്കുകയും അവർ വളരണം, ഞാനും വളരണം, അവർ എന്നേക്കാൾ വലിയവരാകണം, അപ്പോഴാണ് എൻ്റെ ദൗത്യം നിറവേറ്റപ്പെടുക എന്ന മനോഭാവത്തിൽ സ്നാപയോഹന്നാൻ ജീവിച്ചതുപോലെ അന്യരിൽ നന്മ കാണുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമായി നാം മാറുമ്പോൾ നാം ലോകത്തിൻ്റെ രക്ഷകരായി മാറും, മറ്റുള്ളവർക്ക് വഴികാട്ടിയായി മാറും. അങ്ങനെ രക്ഷാകര സംഭവം നമ്മിലൂടെ തുടർന്നും അന്വർത്ഥമാക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് സ്നാപയോഹന്നാൻ്റെ
മഹത്തായ മാതൃകയിലൂടെ ജനനത്തിലൂടെ നമ്മെയും ശക്തിപ്പെടുത്തട്ടെ.